ശ്രീമദ് ഭാഗവതം ക്ലാസ് 67. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 4 അധ്യായം 5 വീരഭദ്രകൃതമായ ദക്ഷയജ്ഞധ്വംസൻ. അപ്പം കഴിഞ്ഞത് നമ്മൾ കണ്ടത് സതീദേവി ദേഹം വെടിയുന്നതാണ്. തുടർന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ മൈത്രേയൻ പറയുകയാണ്, ശ്രീരുദ്രൻ ദക്ഷൻ മൂലം സംഭവിച്ച സതീദേവിയുടെ മരണത്തെയും സതി അവിടെ ആത്മഹത്യ ചെയ്ത കാര്യവും ശിവൻ അറിയുന്നുണ്ട്. പിന്നെ എന്ത്, ഭൃഗു ദേവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്വപാർഷദന്മാരെയെല്ലാം, അതായത് രുദ്രഗണങ്ങളെല്ലാം കൂടിയിട്ടാണല്ലോ സതീദേവിനെ ഉണ്ടാക്കിയത്. അവരെല്ലാം എന്ത് ചെയ്തു, സതീത് ദേഹം വെടിഞ്ഞപ്പോൾ അവരെല്ലാം കയറി ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഭൃഗുദേവൻ അവരുടെ ശക്തി, അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ഇവരെയെല്ലാം ഓടിച്ചു. അപ്പം ഇതുമെല്ലാം ആരറിയുന്നു, ഈ സംഭവങ്ങളെല്ലാം രുദ്രൻ അറിയുന്നു. ആ രുദ്രനോട് നാരദ മുനി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വലിയ ദേഷ്യമുണ്ടായി. എൻ്റെ കുപിതനായ അദ്ദേഹം 2 പറയുകയാണ്, അദ്ദേഹത്തെ എല്ലാം ചെമ്പിച്ച് കിടന്ന ആ മുടി ജ്വാല കണക്കെ ഉള്ള ആ ചെമ്പിച്ച മുടികൾ, അങ്ങനെ പടർന്നു കിടക്കുന്ന മുടികൾ. യഥാർത്ഥത്തിൽ ആറ്റത്തിലെ രുദ്രനൊന്നിലും ഇടപെടില്ല, ന്യൂക്ലിയസ് ഒന്നിലും ഇടപെടില്ല. പക്ഷേ ആറ്റത്തിൽ നിന്നും വരുന്ന ഊർജങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആറ്റങ്ങളിൽ വരുന്ന ഊർജങ്ങളെ പറ്റിയെല്ലാം പണ്ട് പറഞ്ഞതാണ്, കെമിസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ആസിഡും ബേസും എല്ലാം യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ന്യൂട്രലൈസേഷൻ എനർജിയെല്ലാം പുറത്തേക്ക് വരുന്നത് വളരെ ശക്തിയോടുകൂടിയാണ്. അപ്പം ഇപ്പോൾ ബോംബിലെല്ലാമാണെങ്കിൽ പൊട്ടിത്തെറിക്കുക, തീയുണ്ടാവും, പുകയുണ്ടാവും. അപ്പം ചില രാസപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അതിനകത്ത് നിന്ന് പുറത്ത് വരുന്ന ആ ഊർജത്തെയാണ് ജഡരൂപം. കാരണം ജഡേൻ്റെ രൂപം എന്താണ്, തരംഗ രൂപത്തിലാണ്. മുടിയുടെ രൂപം തരംഗ രൂപത്തിലാണ്. അങ്ങനെ പ്രവഹിക്കും ചുറ്റും. അതുപോലെ തന്നെയാണ് ഊർജവും പ്രവഹിക്കുന്നത്. അപ്പോൾ ഊർജം വെളിച്ച രൂപത്തിൽ വരും, ചൂടായിട്ട് വരും, പൊട്ടിത്തെറിക്കും. അപ്പോൾ അത്രയും ശക്തിയോട് ഇതിന്ന് വരാൻ തുടങ്ങിയപ്പോൾ ആ ജഡയെ എന്ത് ചെയ്തു, പകച്ചങ്ങ് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് അങ്ങനെ വ്യാപിച്ചു. അപ്പം അതേ ആ ജഡ പറിച്ച് തറയിൽ എറിഞ്ഞു എന്നാണ് കഥയിൽ ചിത്രീകരിക്കുന്നത്. ഇതിന് 3 പറയുന്നു, ആ ജഡയിൽ നിന്നും ആകാശമുട്ടെ വളർന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. ആകാശം മുട്ടെ വളർന്ന 1000 കൈകളും ത്രിശൂലങ്ങളും 3 കണ്ണുമെല്ലായിട്ടുള്ള പല ആയുധങ്ങളെല്ലായിട്ട് നമ്മൾ ആ ഭീകരമായ അവസ്ഥ പണ്ടൊരു യക്ഷി എന്ന കഥയിൽ ടെസ്റ്റ് വന്ന് പൊട്ടിത്തെറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖേറ്റം വികൃതമായി കാണിച്ചിട്ടുണ്ട്. ഇപ്പം പോക്കുന്നെല്ലാം പൊട്ടിത്തെറിക്കുന്ന നമുക്ക് ഊഹിച്ചാൽ മതി, ഒഴിച്ചോ എന്തെല്ലാം പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, ഇത് എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി നടക്കുന്ന സമയത്താണ്. പ്രപഞ്ച സൃഷ്ടി നടത്തിയാൽ ആദ്യം ആറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ആറ്റങ്ങൾ കൂടിച്ചേരുന്ന സംഭവമാണ് ഈ പറയുന്നത്. ഈ ഉണ്ടായ ലോകത്ത് മുഴുവൻ ഉണ്ടായ കോടിക്കണക്കിന് ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഊർജങ്ങൾ എന്ന് പറയുന്ന പ്രപഞ്ചം മുഴുവൻ അറിയും. അതാണ് ആകാശം മുഴുവൻ. അതായത് അങ്ങ് ആകാശം മുട്ട വളർന്നു എന്ന് പറയുന്നു. അത്രയും ശക്തിയിൽ വരും. പ്രപഞ്ചം മുഴുവൻ ആറ്റങ്ങൾ കൂടിച്ചേരുകയാണ്. അതാണ് പണ്ട് പാലാഴി മഥന സമയത്തെല്ലാം കുറേ ഒരു പാമ്പ് വിഷം സംഭവിച്ചു. പാമ്പായി അവിടെ ചിത്രീകരിച്ച് എന്താണ്, പാമ്പും തരംഗ രൂപത്തിലാണ് ഇങ്ങനെ. അപ്പോൾ എനർജീനെ പറയാനാണ് ഈ പാമ്പ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആ ഊർജത്തെ ശിവം വാരി കുടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് കഴുത്തിൽ വന്നത്. അതായത് ആറ്റത്തിൻ്റെ ചുറ്റും ഓർബിറ്റായിട്ട് ആ എനർജിയാണ് നിൽക്കുന്നത്. ആ ഓർബിറ്റെല്ലാം ഈ ദക്ഷനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വരുന്ന ഊർജങ്ങൾ ആകാശം കൂടെ. അപ്പോൾ ഇവിടെ അതിനെ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കുകയാണ്. 1000 കൈകൾ, 3 കണ്ണുണ്ട്, വിവിധ ആയുധങ്ങൾ. കാരണം പൊള്ളിക്കുകയും പ്രകാശം എന്തെല്ലാം അതിനകത്ത് കൊടുക്കുന്ന ശബ്ദമെല്ലാം.
അങ്ങനെ ഒരു മഹോന്നത ശരീരമായി അത് ആവിർഭവിച്ചു. അതിനാണ് വീരഭദ്രൻ എന്ന് പറയുന്നത്. 4 എന്ത് പറയുന്നു? ആ വീരഭദ്രൻ ആശ്രയിപ്പിച്ച രുദ്രനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് കൈകൂപ്പി നിന്നു. എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് കൊണ്ട് ആത്മ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മാതിരി കൈയും കൂപ്പി നിന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോയിട്ട് നീ എന്ത് വേണം? നമ്മുടെ സേനയുടെ നേതാവായിട്ട് പോകണം. ഇപ്പം രുദ്രം പോവില്ല, അതിൻ്റെ ഊർജങ്ങളാണ് പുറത്തേക്ക് പ്രവഹിക്കുക. പോയിട്ട് നമ്മളെ രുദ്രഗണങ്ങളെല്ലാം നേതാവായിട്ട് പോയിട്ട്, നീ എൻ്റെ അംശം തന്നെയാണ്, എൻ്റെ അംശമായിട്ട് കണ്ടാൽ മതി. രുദ്രൻ അതായത് ആറ്റത്തിൻ്റെ അംശം തന്നെയാണ് ഈ ഊർജമായിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് വേണം? ദക്ഷിണയും ആ യാഗശാലയെല്ലാം നശിപ്പിക്കണം. ദക്ഷിണ നശിപ്പിക്കുക തന്നെ ഓർബിറ്റിന് പ്രശസ്തിയില്ല. ഒരാറ്റത്തിലെ ഓർബിറ്റിനാണ് ഏറ്റവും പുറത്ത്, ഔട്ടർമോസ്റ്റ് ഓർബിറ്റിനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. ആ ദക്ഷനിൽ ഇലക്ട്രോൺ ഉള്ള സമയത്ത് മാത്രമേ നമ്മൾ ആ ഓർബിറ്റിനെ കണക്കിലെടുക്കുകയുള്ളൂ. ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ ഇല്ലാതെ ഓർബിറ്റ് നമ്മൾ കാര്യത്തിലെടുക്കില്ല. നമ്മളിപ്പോൾ സൗരയൂഥ സിസ്റ്റം വരക്കുമ്പോൾ ഭൂമിയുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഓർബിറ്റ് വരക്കുന്നത്. അപ്പോൾ നവഗ്രഹങ്ങളിൽ നെപ്റ്റ്യൂൺ, പ്ലൂട്ടോനെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്ലൂട്ടോൺ അങ്ങ് ഒരു കാലത്ത് പ്ലൂട്ടോൺ പോയി എന്ന് പറഞ്ഞപ്പോഴേ പ്ലൂട്ടോൺ പോയാൽ പിന്നെ ഓർബിറ്റ് വരക്കേണ്ട കാര്യമില്ല. അപ്പം ദക്ഷിണയെ അടക്കം നശിപ്പിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ 5 അത് കേട്ടപ്പോൾ വീരഭദ്രൻ മഹാദേവനെ പ്രദക്ഷിണം വെച്ചിട്ട്, വലിയ വലിപ്പോൾ ആൾക്കാരെ പോലും തോൽപ്പിക്കുന്ന നിസ്സാരമാണ് എന്ന നിലയിൽ അത് അവന് തന്നെ അങ്ങനെ തോന്നി എന്നാണ് പറയുന്നത്. ഭയങ്കര തനിക്ക് അത്രയും കഴിവ് കിട്ടിയതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പിന്നെ 6 എന്ത് പറയുന്നു? അവൻ ആർത്തട്ടഹസിച്ചുകൊണ്ട്, ശിവഭൂതങ്ങളും എല്ലാം കൂടിയിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ടാണ് പോകുന്നത്. തൃശ്ശൂലെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കാലിലെ ചിലങ്കിയെല്ലാം അങ്ങനെ ഭൂമിയിൽ ഇട്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭൂമിയിൽ ചവിട്ടുമ്പോൾ ഭൂമിയെല്ലാം കുലുങ്ങിയാണ്. ആ തരത്തിലാണ് പോകുന്നത്. അപ്പോഴെന്ത് പറ്റും? പൊടിപടലാൽ അങ്ങ് ഉയരാൻ തുടങ്ങും. അപ്പോൾ 7 പറയുകയാണ്, അപ്പോൾ യാഗശാലേൻ്റെ വടക്ക് ഭാഗത്തുള്ള വാതിലുകളുണ്ട്. അവിടെയുള്ള സ്ത്രീകളും ബ്രാഹ്മണരും എല്ലാം കുറേ പൊടി, വടക്ക് ഭാഗത്തെ വാതിലിൻ്റെ സ്ഥലം മുഴുവൻ അന്തരീക്ഷം പൊടി കൊണ്ട് മൂടിയതായിട്ട് കണ്ടു. അവരെല്ലാം അന്തം വിട്ടുപോയി. കാരണം അത്രയും പൊടി കൊണ്ട് മൂടിയിരിക്കുകയാണ്. കാരണം അവരെ ഭൂമിയിൽ വിളിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, 8 പറയാണ്, കൊടുങ്കാറ്റൊന്നും വീശുന്ന കാണുന്നില്ല, എങ്കിലും കൊടുങ്കാറ്റിൽ പൊടി വന്നാണെന്ന് വിചാരിക്കും. പിന്നെ കവർച്ചക്കാരെല്ലാം കൂട്ടത്തോടു കൂടി പിടിച്ചു വരുന്നത്, അപ്പോഴും പൊടി വാറും. താറുകാത്ത സ്ഥലമാണ്. പിന്നെ കന്നുകാലികളെയൊന്നും ആരെങ്കിലും ഓടിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് പോകുമ്പോഴും പൊടി പാടും. അങ്ങനെയൊന്നും കാണാനില്ല. പിന്നെ ഇതെന്തായിരിക്കും? ഇനി വല്ല പ്രളയാറ്റം നടക്കാൻ പോവുകയാണ്, ലോകാവസാനത്തിൻ്റെ പ്രളയം മാറി സംഭവിക്കുകയാണോ എന്നെല്ലാം അവർ ശങ്കിച്ച് നിൽക്കുമ്പോൾ 9 അവിടെ കൂടിയിരുന്ന ചില സ്ത്രീകൾ തമ്മിൽ പറയുകയാണ്, ദക്ഷൻ അപരാധിയല്ലാതായ മകളെ മറ്റു മുത്രിമാരെല്ലാം നിൽക്കുന്ന സമയത്ത് അവർ നോക്കി നിൽക്കെ അപമാനിച്ചല്ലോ, അതിൻ്റെ ദുഷ്പരിണാമമാകണോ എന്നെല്ലാം അവർ ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് സ്ത്രീകളിങ്ങനെ തമ്മിൽ പറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്നിട്ട് 10 പറയുകയാണ്, ആര് കൽപ്പാന്ത കാലത്ത്, ലോകം അവസാനിക്കുന്ന കാലത്ത് അഴിച്ചിട്ട ജടയുമായി, അപ്പോൾ രുദ്രനാണ് ലോകം അവസാനിക്കുമ്പോൾ ഇതിനെല്ലാം വലിച്ചു കെട്ടിയിട്ട് ബ്രഹ്മത്തെ കൊണ്ട് ലയിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അധർമ്മികളെല്ലാം ശൂലത്ത് കുത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിയിട്ടാണ് നിൽക്കുക എന്നെല്ലാം പറയുമ്പോൾ, ശൂലം എന്ന് പറയുന്നത് രുദ്രനിൽ നിന്ന് വരുന്ന 3 തരം എനർജികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ അപ്പോഴേക്ക് ഈ ന്യൂക്ലിയസ് എല്ലാം പൊട്ടിത്തകരും. അപ്പോൾ ആ എനർജിയെല്ലാം പുറത്തു കളഞ്ഞിട്ട് ലോകം മുഴുവൻ ചാമ്പലായിട്ടാണ് അതിനെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നത്. അതാണ് തൃശൂലത്തിൽ എല്ലാവരെയും ദുഷ്ടന്മാരെയെല്ലാം കുത്തിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇടിമുഴക്കത്തോടുകൂടി താണ്ഡവമാടി വരുന്ന ആ തേജസ്സുള്ള നിൻ തിരുവടിയെ
ബ്രഹ്മദേവന് പോലും തടുക്കുവാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനത്തെ അവസ്ഥയിലുള്ള. അപ്പോൾ ആ രുദ്രനെ ആണല്ലോ ഇനി ആ രുദ്രൻ തന്നെയാണോ വരുന്നത്? ഇവർ രുദ്രൻ വരുന്നില്ല, അവരുടെ സിൽബന്തി വീരഭദ്രനെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രുദ്രനാണ് ദേഷ്യം ഉണ്ടാകുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുമല്ല ഇവിടെ വിവരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ 12 പറയുകയാണ്, പല മട്ടിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ മനസ്സിനുറപ്പുള്ള ദക്ഷൻ പോലും ഭയം ജനിപ്പിക്കുന്ന വിധം, ദക്ഷന് പോലും ഭയം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഈ പൊടിപടലത്തോടുകൂടി ഇതിങ്ങോട്ട് വരുന്നത്. അദ്ദേഹം ദക്ഷൻ പോലും എന്ത് കണ്ടു? ആകാശത്തിലും ഭൂമിക്കിലും എല്ലാം പല തരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കണ്ടു. ഇപ്പം എന്തെങ്കിലും ഭയാനകമായ ലോകത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? ഭയാനകമായ പല ദുർനിമിത്തങ്ങളാണ്. അപ്പോഴേക്കും 13 ആ യജ്ഞം ഈ ശിവഭൂതഗണങ്ങൾ ഹ്രസ്വമായ ചെമ്പൽ നിറത്തിലുള്ള മഞ്ഞ നിറക്കാരുമെല്ലായിട്ടുള്ള നീർക്കുതിരയുടെ മുഖമുള്ള വിവിധ ആയുധങ്ങളുള്ള ഇവരെല്ലാം ഓടി വന്നിട്ട് അവരുടെ എന്ത് ചെയ്തു? യജ്ഞങ്ങളെയെല്ലാം തടഞ്ഞു. ഇതിൻ്റെ 14 അവർ ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. ചിലർ യാഗശാലയുടെ മുമ്പിൽ സ്ഥാപിച്ച വലിയ തൂണിൻ്റെ എല്ലാം മരം കൊണ്ടുള്ള വലിയ തൂണുകളെല്ലാം അടിച്ചു കൊണ്ടിച്ചു. മറ്റു ചിലർ യാഗകർത്താവിൻ്റെ പത്നിമാരുടെ വീടുകളെല്ലാം നശിപ്പിച്ചു. പിന്നെ സഭാവേദിയും യാഗവേദിയും തകർത്തു, പുരോഹിതശാല തകർത്തു, യജമാനന്മാരുടെ ഗ്രഹങ്ങളെല്ലാം തകർത്ത്. 15 പറയുന്നു, ചിലവർ യാഗപാത്രങ്ങൾ, അവിടെയുള്ള യാഗത്തിൻ്റെ പാത്രങ്ങൾ മുഴുവൻ തകർച്ചുടച്ചു. പിന്നെ അവിടെയുള്ള അഗ്നികളെല്ലാം കെടുത്തി. ചിലവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അഗ്നികുണ്ഡങ്ങളിൽ മൂത്രമൊഴിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ വേദിയിലെ കെട്ടിയിരിക്കുന്ന നൂലുകളെല്ലാം, മന്ത്രച്ചരകടായാലും അലങ്കരിക്കാൻ കെട്ടിയിരിക്കുന്ന എല്ലാം വലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ 16 പറയുന്ന ചിലവർ മുനിമാരെ പോലെ ആക്രമിക്കാൻ നോക്കി. അവരുടെ പത്നികളെയെല്ലാം ഭയപ്പെടുത്തി. ചില ദേവന്മാരെയെല്ലാം കടന്നു പിടിച്ചു. ആരാണ് ദേവന്മാരെ കടന്നു പിടിച്ച് ആരെല്ലാമാണ് എന്ന് പറയുകയാണ്. 17 മണികണ്ഠൻ ഭൃഗുമുനിയെ പിടിച്ചു, വീരഭദ്രൻ ദക്ഷനെയും, ചണ്ഡീശൻ കുഷാവിനെയും, നന്ദികേശൻ ഭഗനെയും പിടികൂടി. എന്നിട്ട് 18 ഋത്തിക്കുകളും സദസ്സിലുള്ള അവിടെ കൂടിയിരുന്നവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം ഇവരെടുത്ത കല്ലുകൾ, ഇവർ കല്ലെടുത്തിട്ട് ഇവന്മാരെ അവിടെ സദസ്സിൽ കൂടിയിരുന്നവരെയെല്ലാം ഋത്തിക്കുകളെല്ലാം എറിയാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പേടിച്ചിട്ട് അവരെല്ലാം അവിടെ നിന്ന് പാലായനം ചെയ്തു. കാരണം ഇവർ കല്ലും പൊറുക്കി എറിയാൻ തുടങ്ങി. അപ്പം ബാക്കിയുള്ളവരെല്ലാം ജീവനം കൊണ്ടുപോയിട്ട് ഓടി. 19 ഇതെല്ലാം രാസപ്രവർത്തനത്തിൽ നടക്കുമ്പോൾ വരുന്ന അഗ്നിയും ഊർജ്ജത്തിൻ്റെ എല്ലാം രൂപം പറയുകയാണ്. ഒരു ബോംബ് പൊട്ടുമ്പോൾ തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. പാത്രങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു എന്നെല്ലാം പറഞ്ഞത്. നമുക്കറിയാലോ, ഒരു ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബിൻ്റെ അകത്ത് മരുന്ന് വെച്ചിട്ട് പൊട്ടിക്കുമ്പോൾ ആ ബോംബിൻ്റെ പാത്രവും എല്ലാം പൊട്ടിത്തെറിക്കും. അപ്പം അത്തരത്തിൽ അത്രയും ശക്തിയുണ്ട് ചില രാസപ്രവർത്തനങ്ങൾക്ക്. ഇപ്പം വീരഭദ്രസ്വാമിയാകട്ടെ ഭൃഗുമുനിയുടെ താടി രോമം പിടിച്ചങ്ങ് പറിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ താടി കാണിച്ചുകൊണ്ടാണ് പണ്ട് പരിഹസിച്ചിരുന്നത് ആരെ? ശിവന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താടി പിടിച്ചങ്ങ് കളഞ്ഞു. പിന്നെ വീരഭദ്രൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭഗനെ തള്ളി താഴെയിട്ടു. എന്നിട്ട് അവൻ്റെ 2 കണ്ണും ചൂന്നുണ്ട്. കാരണം പണ്ട് ദക്ഷൻ രുദ്രനെ പരിഹസിക്കുമ്പോൾ ഈ കണ്ണ് കാണിച്ചുകൊണ്ടാണ് ആ കുടുംബത്തെ പ്രോത്സാഹിപ്പിച്ചത്. ആര്? ഈ ദക്ഷൻ. അതുകൊണ്ട് അവൻ്റെ കണ്ണ് ചൂടുന്നെടുത്തു എന്ന് പറയുകയാണ്. 21 പിന്നെ കുഷാവിൻ്റെ പല്ലുകളെ തച്ചുടച്ചു. അതായത് പണ്ട് ബലരാമൻ കലിംഗ രാജാവിനെ തച്ചുടച്ച പോലെ, അതായത് ബലരാമൻ്റെ ശക്തി പോലും പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ വീരഭദ്രൻ. പല്ലെന്തിനാണ് തച്ചുടച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ചിരിച്ചത് ഈ പല്ലും കാട്ടിക്കൊണ്ടാണ്.
ദക്ഷൻ രുദ്രന് നേരെ ഇതെല്ലാം കാണിക്കുമ്പോൾ ഈ പല്ല് കാണിച്ചുകൊണ്ടാണ് ചിരിച്ചത്. അതുകൊണ്ട് ആ പല്ലുമെല്ലാം ഒഴിഞ്ഞു അടിച്ചു പൊട്ടിച്ചു. പിന്നെ 22 എന്നിട്ട് നേരെ ദക്ഷൻ്റെ വീരഭദ്രൻ ദക്ഷൻ്റെ മാർവിടത്ത് കയറിയിട്ട് ആ തലയറുത്ത് മാറ്റാൻ നോക്കി. പക്ഷെ അത് മാത്രം സാധിക്കുന്നില്ല. ദക്ഷൻ്റെ തലയിറക്കാൻ പറ്റുന്നില്ല. അപ്പം ദക്ഷൻ്റെ തലയിറക്കുക എന്ന് പറയുമ്പോൾ ദക്ഷിണ തന്നെ ഇല്ലാതാക്കാം. അത്ര എളുപ്പമല്ല. ഒരാറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഓർബിറ്റ് എന്ന് പറയുന്നത് ഇല്ലാതെയാകും. പക്ഷേ അത് അത്ര പെട്ടെന്നൊന്നും അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് കണ്ട വീരഭദ്രൻ 23 വിസ്മയത്തോടെ ദീർഘനേരം ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. ബലിമൃഗത്തിൻ്റെ കഴുത്ത് അർത്ഥാണല്ലോ ഉള്ളു. അതുപോലെ ദക്ഷൻ്റെ അകത്ത് തല അറുത്ത് ദൂരെ കളഞ്ഞു എന്നാണ് പറയുന്നത്. അതോടുകൂടി തന്നെ ഓർബിറ്റ് ഇല്ലാതെയായി. ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഓർബിറ്റിൽ വേറെ ഇലക്ട്രോൺ ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഓർബിറ്റാണ്. അതാണ് ദക്ഷൻ. അതിൽ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശസ്തിയില്ല. പിന്നെ അതിനെ അങ്ങ് ഇലക്ട്രോണുള്ള ഓർബിറ്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പം നമ്മളെ ഭൂമിക്ക് ചുറ്റും ഓർബിറ്റുണ്ട്. ആ ഓർബിറ്റുകളൊന്നും നമ്മൾ വരക്കൊന്നുമില്ല. പക്ഷേ നമ്മളൊരു സാറ്റലൈറ്റ് അവിടെ കൊണ്ടുപോയി വിടുകയാണെങ്കിൽ ആ ഓർബിറ്റ് നമ്മൾ വരക്കും. ഇത്ര ഓർബിറ്റിലാണ് ആ സാറ്റലൈറ്റ്. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടെങ്കിലേ അതിൻ്റെ പ്രാധാന്യം. അതുപോലെ ഇവിടെ സതി പോയി കഴിഞ്ഞാൽ ആ ഓർബിറ്റ് തന്നെ പ്രശസ്തി ഇല്ലാതെയായി മാറി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 25 അപ്പോൾ ഭൂതഗണങ്ങളെല്ലാം അദ്ദേഹത്തെ അഭിനന്ദിച്ചു. എന്നാൽ മറ്റുള്ളവർ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും നേരെ എതിരായിട്ട് പറയുകയും ചെയ്തു. അത്ര ശരിയായില്ല എന്നല്ല പറയുകയും ചെയ്തു. എന്നിട്ടും അമർഷം തീരാതെ അതെന്ത് ചെയ്തു? ദക്ഷൻ്റെ തലയെടുത്തിട്ട് ദക്ഷാഗ്നിയിൽ ഹോമിച്ചു. അതോടുകൂടി ദക്ഷൻ ഇല്ലാതെയായി എന്ന് പറയാണ്. ആ ഓർബിറ്റ് തന്നെ നശിച്ചു. അങ്ങനെ യാഗശാലയെ മുഴുവൻ ചുട്ടരിച്ച ശേഷം, യാഗശാല എന്ന് ചുട്ടരിക്കുക എന്ന് പറഞ്ഞാൽ യാഗം നടക്കുന്നത് ഓർബിറ്റിലാണ്. ആ ഓർബിറ്റിനെ മുഴുവൻ ഇല്ലാതാക്കി. അതുമാത്രമല്ല ആ യാഗശാല എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് അടക്കം പൊളിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ രാസപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ തീയും പോകുകയെല്ലാം വരും. കുറേ കഴിയുമ്പോൾ അതെന്താവും, ചിലപ്പോൾ എന്നാലും ടെസ്റ്റ് ട്യൂബും എല്ലാം പൊട്ടിത്തെറിച്ചെന്ന് വരും. ഇല്ലേ ബോംബാണെങ്കിൽ പൊട്ടിത്തെറിച്ച് അതിൻ്റെ പാത്രം അടക്കം പൊട്ടിത്തെറിച്ചെന്ന് വരും രാസപ്രവർത്തനത്തിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. അപ്പോൾ ഇവിടെ എല്ലാം യാഗശാലയെല്ലാം ചുട്ടഴിച്ചതിൻ്റെ ശേഷം അവർ എന്ത് ചെയ്തു? കൈലാസത്തിലേക്ക് തിരിച്ചു പോയി.